മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എക്സാം ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കുറച്ചിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് നിങ്ങളെല്ലാവരും ചിലപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ SSLC പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ കയ്യിൽ നെക്സ്റ്റ് വർഷത്തെ SSLC ടെക്സ്റ്റ് ബുക്കൊക്കെ എത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി, നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും എവിടെയും കിട്ടാനില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് വന്ന സമയത്താണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുകയാണ്. ആൻഡ് ബയോളജിയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ഇപ്പം ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ 3 ചാപ്റ്റേഴ്സ് ആക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, അതിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും, കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും. നിങ്ങൾ 9ാം ക്ലാസ്സിൽ സംഭവിച്ചതുപോലെ തന്നെയാണ്. അതായത് കുറച്ചധികം ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്താക്കിയിട്ടുള്ളത്, നമ്മളുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് ആക്കിയിട്ടുള്ളത്. ആൻഡ് അതിൽ ഓരോ ചാപ്റ്റേഴ്സിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നോക്കുമ്പോൾ ജെനറ്റിക്സ് ഒക്കെയാണുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ല കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബേസിക്സ് ഒക്കെ വെച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുന്ന സമയത്തല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത് SSLCയിൽ ഫുൾ A+ വാങ്ങിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ SSLCയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകളോ കാര്യങ്ങളോ റെഫർ ചെയ്യാൻ ബുക്സോ ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും മനസ്സിലായോ ഇനി എങ്ങനെ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾ അതല്ലാതെ ഒത്തിരി ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ടാകും. പാറ്റേൺ മാറുകയാണ്, ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ആയിട്ടാണ് ചോദിക്കുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ, SSLCയിൽ ഫുൾ A+കളുടെ എണ്ണം കുറയ്ക്കാൻ പോവുകയാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് അല്ലേ SSLCയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അയ്യോ എന്താവും എന്ന അവസ്ഥ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഒരു 5 മിനിറ്റ് മിസ്സിനെ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ചിലപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നൊരു കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഇത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ഉത്കണ്ഠയാണ് മിസ്, ഈ ട്രിക്കി ആക്കുന്നു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാറ്റേൺ മാറുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയാണ്. അതെന്താണ് മിസ് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തവണത്തെ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയിട്ടുള്ള പേപ്പറാണ്. ഇപ്പോൾ ലാസ്റ്റ് എക്സാം കഴിഞ്ഞത് SSLCയിൽ ബയോളജിയാണ്. അപ്പോൾ ഈ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ നമ്മളുടെ യൂട്യൂബിൽ പോയിട്ടുള്ള 10 hours ലൈവും 8 hours ലൈവിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള അതേപോലെയാണോ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിലെല്ലാത്തിലും പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി ട്രിക്കി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ മിസ് ഇവിടെ എന്നിട്ട് മിസ് പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലോ? വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു. പക്ഷേ അത് എല്ലാവർക്കും എഴുതാൻ പറ്റിയോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുമോ? നമ്മുടെ മെമ്മറിയിൽ അതുണ്ടാവുമോ? ഞാൻ ഞാൻ പഠിപ്പിച്ചത് വന്നിട്ടുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എന്നാലാണ് നമുക്ക് ഈ A+ കാര്യങ്ങളൊക്കെ കിട്ടുക. അങ്ങനെ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ മുതൽ പഠിക്കണം, സ്റ്റാർട്ടിങ് മുതൽ പഠിക്കണം, ഫുള്ള് പഠിച്ച് നമ്മൾ റിവൈസ് ചെയ്യണം. റെഡി? അതിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് മാറിയത്, കണ്ടൻറ്റ് മാറിയത്, ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് 3 ചാപ്റ്റർ ആക്കിയതും, അതേപോലെ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ട്രിക്കി ആക്കുന്നു, പാറ്റേൺ മാറുന്നു, A+കളുടെ എണ്ണം മാറുന്നു, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഇതൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നല്ല പോലെ പഠിക്കുക, സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് മിസ് ഉറപ്പ് പറയാം. കാരണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ SSLC ബാച്ചിൽ, നമ്മുടെ ലക്ഷ്യ ബാച്ചിലുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറുന്ന സമയത്ത് സാധാരണ നിങ്ങൾ വിചാരിക്കേണ്ട യൂട്യൂബിലെ ക്ലാസ് കണ്ട് പഠിച്ചാൽ പോരെ എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് മാറി, മാറിയ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് എവിടെ കിട്ടും? അപ്പോൾ നിങ്ങൾ ചോദിക്കും മിസ് അപ്പോൾ യൂട്യൂബിൽ ക്ലാസ് ഉണ്ടാവില്ലേ? മക്കളെ, യൂട്യൂബിൽ ക്ലാസ് ഉണ്ടാവും, പക്ഷേ അത് എക്സാം ടൈമിലായിരിക്കും, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ്ങിലേ പഠിക്കാൻ പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പക്ഷേ നമ്മുടെ ലക്ഷ്യ ബാച്ചിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും നേരത്തെ നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് തന്നെ നമ്മൾ ക്ലാസ്സുകൾ ലൈവായിട്ടായിരിക്കും എടുത്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും മിസ് അപ്പോൾ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവില്ലേ? റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ നോട്ട്സ് ഉണ്ടാകും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, വർക്ക്ഷീറ്റ് ഉണ്ടാകും. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ആ ട്രാക്കിൽ തന്നെയാണോ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും? എക്സാംസ് ഉണ്ടാകും. ഓരോ ചാപ്റ്റർ വൈസ് എക്സാമും മോഡൽ എക്സാമും ഉണ്ടാകും.
അപ്പോഴായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം മിസ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് നമുക്ക് കിട്ടില്ലേ? ബുക്ക് സെറ്റ് കിട്ടും, പക്ഷേ 27-ാം തീയതി വരെ മാത്രം. 27-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാകും. അല്ലെങ്കിൽ കിട്ടും, പക്ഷേ എക്സ്ട്രാ പൈസ കൊടുത്ത് വരേണ്ടി വരും. ഒരു 1000+ റേഞ്ചിൽ വരുന്ന ബുക്ക് സെറ്റാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. നല്ലപോലെ റിവൈസൊക്കെ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ലൈനും അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി എൻ്റെ മക്കൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ പവർഫുൾ ടീമിൻ്റെ കൂടെ, നമുക്ക് ഫിസിക്സ് ആണെങ്കിൽ നമ്മുടെ അലക്സ് സാർ ഉണ്ടാകും, മാത്സിന് നമ്മുടെ അലൻ സാർ ഉണ്ടാകും, നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് നമ്മുടെ ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ രീതിക്ക് എൻ്റെ കുട്ടികൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇനി ഇതിൽ മാത്രം ജോയിൻ ചെയ്താലേ പഠിക്കാൻ പറ്റും അങ്ങനെ ബസ് പറയണില്ല. നിങ്ങൾ എങ്ങനെ ആയാലും നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിച്ചാൽ മതി. കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം മുതലേ പറയുന്ന മക്കളെ, വെറുതെ ബൈ ഹാർട്ട് ലേണിംഗ് അല്ല വേണ്ടത്, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എന്താണ്, നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങളുടെ പാരൻസ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫുൾ A+ലേക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. ഓക്കെ, അതിന് എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്യാരണ്ടിയാണ് നിങ്ങളെ ഫുൾ A+ലേക്ക് എത്തിക്കുന്നുള്ളത്. അപ്പോൾ അതെന്താണ് ഇത്ര കോൺഫിഡൻസോട് കൂടി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ എക്സാമിനറിൻ്റെ, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബാച്ചിൽ നിന്ന് ഇത്രയധികം കുട്ടികൾ A+ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ പഠിച്ച് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും A+ വേണം, ഫുൾ A+ വേണമെന്നാണെങ്കിൽ എൻ്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കാം. നമുക്കിനി ലൈവിൽ കാണാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.